ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ടിടാം. എന്നിട്ട് ഒരു 3/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അത് ഒഴിക്കാം. പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ 1 സ്പൂൺ പഞ്ചസാര. ഇനി വേണ്ടത് ഉപ്പ്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്നിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിനകത്ത് വയ്ക്കാം. തേങ്ങയും ശർക്കരയും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ഒരു ആവശ്യത്തിന്, അതേപോലെ ശർക്കരയും. ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തട്ടിലോട്ട് നമുക്ക് മാവെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒഴിക്കാം. ഇനി ഇതിനകത്ത് തേങ്ങയും ശർക്കരയും വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. മാവിച്ച് പരന്നു പോകുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ വേവുമ്പോൾ റെഡി ആയിക്കോളും. ഇതെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടപ്പയിൽ വെച്ച് വേവിക്കാം. അടപ്പയിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കെടുക്കാം. നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. റവ വെച്ചുള്ളത് ഉണ്ട്. ഇനി ഇളക്കിയെടുക്കുമ്പോൾ റെഡി ആയിക്കോളും. അത് വെന്ത് കഴിഞ്ഞ് ഇനി ഇത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇച്ചിരി തണുക്കുമ്പോൾ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം നമുക്ക് എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇത്. നല്ലൊരു പലഹാരമാണ്. റവ വെച്ച്, റവയും തേങ്ങയും ശർക്കരയും എല്ലാം വെച്ച് നല്ലൊരു പലഹാരമാണ്. ഒരു 4 മണി പലഹാരമാണ്. 4 മണിക്കും കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കൂടുതൽ ചേരുവയൊന്നും ചേർക്കണ്ട. പാല്, കുറച്ച് പഞ്ചസാര, തേങ്ങ, ശർക്കര, ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡയും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളായാലും മുതിർന്നവർക്കും കഴിക്കാൻ എളുപ്പമാണ്. മധുരമുള്ളവർക്ക് വേണ്ടെങ്കിൽ ശർക്കരയും
വേണ്ടെന്ന് വയ്ക്കാം. ശർക്കര നമുക്ക് തേങ്ങ മാത്രം ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഷുഗറുള്ളവർക്ക് ഇനി എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റവ കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പീസുമായി വരാം. ഇതേപോലെ പുതിയ പുതിയ നല്ല നല്ല വിഭവങ്ങളായിട്ട് വരാം. എല്ലാവരും വീടുകളിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റവ വെച്ചൊരു 4 മണി പലഹാരമാണ്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.